ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യഘട്ടം മുതൽ പ്രാധാന്യം നൽകിയത് ലഹരിക്കെതിരായ പോരാട്ടത്തിലാണ്. അത് സ്കൂൾ തലത്തിലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ഒരു വശത്ത് ലഹരിക്കെതിരായ പോരാട്ടം നമ്മൾ തുടരുന്നുണ്ട്. അതിനിടയിലാണ് വടകരയിലെ BRC സ്കൂളിൽ ഈ ടീച്ചേഴ്സ് തന്നെ MDMA കേസിൽ പ്രതികളായി വരുന്നത്. അപ്പോൾ അതിനെ ഇനി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടികൾ? ഇത് വളരെ ഒരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം അധ്യാപന വൃത്തി എന്ന് പറയുന്നത് അത് കേവലം ജോലിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സേവനത്തിന് വേണ്ടിയുള്ളൊരു വേതനത്തിന് വേണ്ടിയുള്ളൊരു സേവനമല്ല. അത് കൃത്യമായി ഒരു സർഗാത്മകമായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പവിത്രമായ ഒരു സംഗതിയാണ് അധ്യാപിക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരം കള്ളനാണയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കേരളം ഏറ്റവും ശക്തമായി വളരെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് ലഹരിക്കെതിരായിട്ട്. അപ്പോഴാണ് ആദ്യം 2 അധ്യാപികമാരെ, ഇപ്പോൾ 3ാമത് ഒരു അധ്യാപികയെയും ഈ രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ചു. ഇവർ ഔദ്യോഗിക സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ ഉള്ള അധ്യാപകരല്ല, നമ്മളുടെ BRCകളിൽ SSKക്ക് കീഴിലുള്ള BRCകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം 2 പേരെ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നാണ് 3ാമത്തെ ഒരാളുടെ പേര് വന്നത്. ആദ്യം വന്ന കാവ്യ, കാർത്തിക അവരെയൊക്കെ ടെർമിനേറ്റ് ചെയ്തു. പിന്നീട് ഇപ്പോൾ ഒരു നിഷ്മ എന്ന ഒരു ടീച്ചറുടെയും പേര് വിവരമാണ് ഈ കേസിൽ വന്നത്. അപ്പം 3 പേര് ഒരേ കേസിൽ തന്നെയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അത്ര വലിയൊരു തെറ്റാണ് ഈ അധ്യാപികമാർ ചെയ്തത്. കാരണം കുട്ടികൾക്ക് മാതൃകയാവേണ്ട അധ്യാപികമാർ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മാതാപിതാ ഗുരു, ആ ഗുരുവാണ് ഇവിടെ ഈ ഒരു വലിയ അപരാധം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 3ാമത്തെ ആളെയും നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. ഇനി ഇതിൽ നൽകാനുള്ളൊരു സംഗതി, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട അധ്യാപകരോ മറ്റാരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിശക്തമായ നടപടിയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുക. അതിനുവേണ്ട ഇനി നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണെങ്കിൽ അതുപോലും ചെയ്യാൻ സർക്കാർ ഒരുക്കമാണ്. കാരണം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു കോംപ്രമൈസുമില്ല. ഇതിലൊരു ആശങ്കയുള്ളത്, ഇപ്പോൾ അധ്യാപകരെയാണ് പിടിച്ചിട്ടുള്ളത്, അത് ഏതെങ്കിലും തരത്തിൽ കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല മറ്റ് സ്കൂളുകളിലെ അധ്യാപകരും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നതടക്കമുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ഉണ്ട്, ആശങ്കകളുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു നടപടി, ഈ കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനോ ഒപ്പം തന്നെ മറ്റ് സ്കൂളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും? അല്ല, കേസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകർ എല്ലാം മഹത്തായ സേവനം ചെയ്യുന്ന ആളുകളാണ്. നമ്മളിങ്ങനെ 1-2 കള്ളനാണയങ്ങളെ കണ്ടു എന്നതുകൊണ്ട് അധ്യാപക സമൂഹത്തെ ആകെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്കും പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യേണ്ട സ്ഥിതി ഇല്ല എന്ന് തന്നെയാണ് വകുപ്പിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട്. അധ്യാപകർ മഹാഭൂരിപക്ഷവും വളരെ സേവന സന്നദ്ധതയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഇവരെന്ത് ചെയ്തു, കുട്ടികളിലേക്ക് പോയിട്ടുണ്ടോ, ഇതൊക്കെ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ റാഗിങ് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്. കുട്ടികളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപദ്രവവും ആക്രമണമൊക്കെ. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുതിയൊരു റാഗിങ് വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നേരത്തെയും സർക്കാരിൻ്റെ ഭാഗത്ത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടികളുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ അത് ആലോചിക്കുന്നുണ്ടോ വിദ്യാഭ്യാസ വകുപ്പ്? അതെ, ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അധികം വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കലാലയങ്ങളിലാണ്. ചെറിയ കുട്ടികൾ സ്കൂളുകളിൽ നിന്നും അതൊരു വ്യാപകമാകുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ആവശ്യം. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളും തന്നെ അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. റാഗിങ്ങിനെതിരായി നിലവിൽ നിയമമുണ്ട്. ആ നിയമം ഒന്നുകൂടി ശക്തിപ്പെടുത്താനുള്ള ഇപ്പോൾ നമ്മളൊരു ആക്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബോധവൽക്കരണം കൂടുതലാക്കുക. കാരണം കുട്ടികൾ പലപ്പോഴും ഈ പല സിനിമകളും ഒക്കെ കണ്ട് അതിൻ്റെ ഒരു ആക്ഷൻ സ്കൂളിലേക്ക് എത്തിക്കുന്നൊരു രീതി, വയലൻസ് കൂടുകയാണ്, അതൊരു പ്രശ്നമാണ്.
ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ താമരശ്ശേരിയിൽ ഒരു കുട്ടി മരിക്കാനിടയായ സാഹചര്യം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ മറ്റേ പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു റാഗിംഗ് വിരുദ്ധ നിയമത്തിന് സർക്കാർ ആലോചനയിലുണ്ട്. വൈകാതെ അതിൻ്റെ ഒരു നിയമനിർമ്മാണം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉപസമിതി ചേരുന്നതുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴായിരിക്കും ഒരു ഉപസമിതി? PM ശ്രീയിലെ ഉപസമിതി ചേർന്നിരുന്നു, ഒന്നിൽ കൂടുതൽ തവണ ചേർന്നിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ പിന്നെയും ഈ സമിതി അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയമൊക്കെ നടത്താറുണ്ട്. വൈകാതെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പിന്നെ മുഖ്യമന്ത്രിക്കും നൽകും. അത് രാഷ്ട്രീയമായൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതിൽ. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കൃത്യമായ സ്റ്റാൻഡ് വൈകാതെ വരും. ഈ ലഹരിയുടെ അതിൽ നിന്ന് മാറിയതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്ത് ഈ ലഹരി വിൽപ്പന നടത്തുന്നതൊക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും നടക്കുന്നു പലയിടങ്ങളിലും. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ പോലും വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ നിലവിൽ അങ്ങനെ ഒരു കാര്യത്തിൽ? അല്ല, ക്യാമ്പസിനകത്ത് സ്കൂളിനകത്ത് ഇതിന് ഞങ്ങൾ പ്രത്യേകമായ കമ്മിറ്റികളും മറ്റും വെച്ച് എല്ലാ അർത്ഥത്തിലും ക്യാമ്പസിനകത്തേക്ക് ഇത് പ്രവേശിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ സ്കൂളുകളിലുണ്ടാവും. അതിപ്പോൾ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ തന്നെ ലഹരി വിരുദ്ധ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ സഭകൾ രൂപീകരിക്കാനും ക്യാമ്പയിൻ നടത്താനും അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കടക്കുന്നത് ബ്ലോക്ക് ചെയ്യാൻ, ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ കടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ. അപ്പോൾ ഇത് നമ്മൾ എക്സൈസൊക്കെ തന്നെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കടകളിൽ ഇപ്പോൾ ഈ പാൻപരാഗ് ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ കൊടുക്കുന്നത്, ലഹരി വസ്തുക്കൾ കൊടുക്കുന്നത് കൃത്യമായ പരിശോധന അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നുകൂടി ഊർജിതമാക്കും. ഏതായാലും ലഹരി തടയാൻ ഊർജിതമായ പ്രവർത്തനങ്ങൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം ഇത്തരത്തിൽ അധ്യാപകർ ഇടപെടുന്ന അല്ലെങ്കിൽ അധ്യാപകർ കൂടി പ്രതികളാകുന്ന സംഭവങ്ങളിലെല്ലാം ഉചിതമായ നടപടികൾ, കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജോവിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.